അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു 2 പ്രൊഡക്റ്റ് കാണിക്കാനാണ് ഞാൻ വീഡിയോയുമായിട്ട് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. പാമ്പിനെയും അങ്ങനെയുള്ള എല്ലാ ജന്തുക്കളുടെയും പേടിച്ചും കൊതുകിനെ പേടിച്ചും ഒക്കെ നമ്മൾ ചിലപ്പം വാതിൽ തുറക്കാറില്ലല്ലേ. പക്ഷേ തുറന്നാലോ ഇതൊക്കെ അകത്ത് കയറി വരും. അപ്പം അത് തന്നെയല്ല, നമുക്ക് ചൂട് സമയത്ത് നമുക്കിങ്ങനെ വാതിൽ തുറന്നിടാതെ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഈ ഒരു നെറ്റ് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഈ നെറ്റ് പഴയ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. അതിൽ ചെറിയ ചെറിയ ഹോൾസുകൾ ഉള്ളതുകൊണ്ട് എയർ കയറി ഇറങ്ങുകയും ചെയ്യും. നമുക്ക് കൊതുകടി, പാമ്പ് അങ്ങനെയുള്ള ഇഴജന്തുക്കളെ ഒന്നും പേടിക്കാണ്ട് നമുക്ക് രാത്രിയിലും പകലൊക്കെ ഇങ്ങനെ ഫുൾ ടൈം നമുക്ക് തുറന്നിടാം കേട്ടോ. ഞാനിത് വാങ്ങി പിന്നെ ഫുൾ ഞാൻ ജോലിൽ തുറന്നിടാണ് കേട്ടോ ചെയ്യണത്. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ ഫുൾ അടച്ചിട്ട് പോകാറില്ല കേട്ടോ. നമുക്ക് രാത്രിയിലേക്കാണെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ഇതൊക്കെ തുറന്നിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ, മീഷോയിൽ, ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. കഴിഞ്ഞ തവണ വാങ്ങിയത് മീഷോ എന്നാണ്, ഇത്തവണ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഒരു 150 to 200 അത്രയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഓരോ സൈസ് ഉണ്ട്, 5x5, 3x4 അങ്ങനെ ഒരു സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിൻഡോൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മളിത് ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെതെന്ന് വെച്ചാൽ ഒരു 4.5 നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് പക്ഷേ 5 വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ 5x5 ആണ് വാങ്ങിയത്. പക്ഷേ എനിക്കിങ്ങനെ ഫിത്തിയർ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ വിൻഡോൻ്റെ കറക്റ്റ് സൈസിന് അളവെടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ തയ്യൽ മെഷീനോ അങ്ങനെ സൂചി അങ്ങനെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഫിറ്റിയിലേക്ക് ഒട്ടിച്ചാലും മതി കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ഒട്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അളന്നെടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചത് കേട്ടോ. പിന്നെ വേറൊരെണ്ണമാണ് ഈ സാധനം കേട്ടോ. അതിന് പ്രത്യേകം നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവിലാണ് വരുന്നത് കേട്ടോ. അത് നമുക്ക് അളവ് നോക്കി വാങ്ങണേ. അത് നമുക്ക് ചെറിയ ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ കിച്ചണിലും ബാത്റൂമിലും ഒക്കെ. ഈ റൗണ്ടിൽ ചെറിയ ഹോൾ ഉണ്ടാവുമല്ലോ, നമുക്ക് കയറി ഇറങ്ങാൻ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണിത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒട്ടിക്കാനുള്ള സംഭവമുണ്ട്. അതിലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നെയിൽസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒട്ടിക്കുക ചെയ്യണത്. അപ്പോൾ ആ നെറ്റിൻ്റെ കറക്റ്റ് സൈസിൽ ഞാൻ ആ ഒട്ടിക്കേണ്ട ഒരു സംഭവം ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സൈസിന് അളവ് നടക്കുവാണേ. അപ്പോൾ നെയിൽസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടിക്കാം, പക്ഷെ ഞാൻ അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അതുപോലെ തന്നെ ഇതിന് പല സൈസിലുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഈ ഹോൾസ് അല്ലാത്ത നമുക്ക് വിൻഡോൻ്റെ സൈസിലുള്ളതൊക്കെ ചെറിയ ചെറിയ വിൻഡോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സൈസിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഹോൾസിൻ്റെ സൈസിലാണ് ഞാൻ ഈ നെറ്റ് വാങ്ങിയേക്കണത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഈ നെറ്റ് ഹോൾ വഴിയൊക്കെ മറ്റു ജന്തുക്കളോ അങ്ങനെ ഒന്നും കയറാതെ നമുക്ക് സേഫായിട്ടിരിക്കാം കേട്ടോ. ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ ജനലിൽ ഒട്ടിക്കുന്ന ഒരു മസ്കിറ്റോ നെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പഴയ വീട്ടിലായിരുന്നപ്പോൾ അവിടെ ഇതുപോലെ ഞാൻ മസ്കിറ്റോ നെറ്റ് വാങ്ങി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അത് വാങ്ങി ഒട്ടിച്ചപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടിക്കേണ്ട രീതി എല്ലാം അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കിയിട്ട് ഒട്ടിക്കുമ്പോൾ ചേർത്ത് അമർത്തി നന്നായിട്ടൊന്ന് ഒട്ടിക്കണമെന്നേ ഉള്ളൂ. കാരണം ആ ഒരു ഒട്ടിക്കണ ഭാഗം നന്നായിട്ട് ഒട്ടിയിരിക്കണം. അപ്പോൾ കൊച്ചു കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും കൊതുശല്യം ഉള്ളിടത്താണെങ്കിലും അപ്പോൾ അതുപോലെ നമുക്ക് ജന്തുക്കളെ അങ്ങനെ ഒന്നിനെയും പേടിക്കാണ്ട് നമുക്ക് നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് നമുക്ക് നല്ല തണുപ്പൊക്കെ കിട്ടി നമുക്ക് സുഖമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും കേട്ടോ. പകലാണെങ്കിലും ശരി, നമുക്ക് സ്വസ്ഥമായിട്ട് ഡോറ് തുറന്നിട്ട് സമാധാനമായിട്ട് മാറി നിൽക്കാം കേട്ടോ. പൂച്ച കയറുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കൾ കയറുന്നോ കൊതുക് കയറുമെന്നോ അങ്ങനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ രാത്രിയുടെ ഞാനത്തി ഇപ്പോൾ തുറന്നിട്ടേക്കുന്നതാണ് കേട്ടോ. ഈ നെറ്റ് ഞാൻ ഒട്ടിച്ചില്ല, ഒട്ടിക്കാൻ പോകുന്നില്ല കേട്ടോ. ഒട്ടിക്കുന്നതിന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ചെറിയ നെറ്റിന് ഒട്ടിച്ചതിൻ്റെ ബാക്കി വന്നതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.